ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് പുളി, ഒരു പച്ചമുളക്, ഒരു 15 അല്ലി ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ തന്നെ ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ബോൺലെസ് ചിക്കൻ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതിനെ പുരട്ടിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു മിക്സിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് എല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുളിയും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് അരയ്ക്കാൻ പാടില്ല. ഒരു മീഡിയം പരുവത്തിന് നമുക്കിതിനെ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു പാൻ ചൂടാക്കി ശകലം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിനോടൊപ്പം നമ്മളിപ്പോൾ അരച്ച് വെച്ചിരുന്ന മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഇലയിലേക്കോ പ്ലേറ്റിലേക്കോ മാറ്റാം. അപ്പോൾ ചിക്കൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.